നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വിഷാദ രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൈക്യാട്രി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ വിധുകുമാർ ഡോക്ടർ ലൈവിൽ അതിഥിയായിത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. സാധാരണയായിട്ട് എല്ലാ മനുഷ്യർക്കും ദുഃഖവും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇതെപ്പോഴാണ് വിഷാദത്തിലേക്ക് എത്തുന്നത്? ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന ചില വികാരങ്ങളാണ് ഈ വിഷാദമെന്ന് പറയുന്നതും പിരിമുറുക്കമെന്ന് പറയുന്നത്. അത് നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. നമുക്കൊരു ഒരു ഒരു പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമുള്ളപ്പോൾ പിരിമുറുക്കം ഉണ്ടാകാം. പക്ഷേ ഇതൊന്നും രോഗമല്ല. ഇത് ജീവിതത്തിലെ നിത്യസാധാരണമായി വരുന്ന വികാരങ്ങൾ മാത്രമാണ്. പക്ഷേ ചില ആൾക്കാരിൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രശ്നമൊന്നും ഉണ്ടാകണമെന്നില്ല. അല്ലാതെ തന്നെ പെട്ടെന്ന് മനസ്സ് ചുരുങ്ങുന്നത് പോലെയും വല്ലാത്ത ഒരു വിഷാദം മനസ്സിൽ തോന്നിത്തുടങ്ങുകയും എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു വല്ലാത്ത ഒരു വ്യഥ കലർന്ന ഒരു അനുഭൂതി ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ശരിക്കും പറഞ്ഞാൽ വിഷാദം എന്നല്ല അതിനെ പറയേണ്ടത്, വിഷാദ രോഗം എന്നാണ് അതിനെ പറയേണ്ടത്. അത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നതിനെയാണ് ഞങ്ങൾ മനോചികിത്സകർ വിഷാദ രോഗം എന്ന് പറയുന്നത്. അത് കൃത്യമായും സാധാരണ ജീവിതത്തിലെ വിഷാദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒന്ന്, പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടാകണമെന്നില്ല. രണ്ട്, ഉണ്ടാകുന്ന വ്യഥ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യഥയേക്കാളും 10 മടങ്ങ് കൂടുതലാണ്. മൂന്നാമത്, ഈ വിഷാദം മാത്രമല്ല, വിഷാദഭാവം മാത്രമല്ല, വിഷാദഭാവത്തിൻ്റെ കൂടെ നമ്മുടെ ഉറക്കം പോകുന്നു, നമുക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വിശപ്പ് പോകുന്നു, ശരീരത്തിൻ്റെ ഭാരം കുറയുന്നു, ജീവിതത്തിനോടുള്ള പ്രതിപത്തി ഓൾമോസ്റ്റ് ഇല്ലാതാകുന്നു. അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണം മറ്റസുഖങ്ങൾ പോലെ തന്നെ എനിക്കും അല്ലെങ്കിൽ വേറൊരാൾക്കും ഈ അസുഖം ഉണ്ടാകാം. അത് ഇപ്പോൾ ഒരാൾക്ക് ടൈഫോയിഡ് വരുന്നു, ചിലർക്ക് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നു. അതുപോലെ തന്നെയാണ് വിഷാദ രോഗം വരുന്നത്. അപ്പം ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ജനിതകമായ കാരണങ്ങളാണ്. ഇപ്പോൾ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഒരു വിഷാദ രോഗമുണ്ടെങ്കിൽ അവർക്ക് അതിലെ കുട്ടികൾക്കും അല്ലെങ്കിൽ തലമുറക്കാർക്കും വിഷാദ രോഗം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ സൗദി അറേബ്യയിലാണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഡോക്ടറെ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ഒരു 10-15 വർഷമായിട്ട് ഗൾഫിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഞാൻ എല്ലാ മാസവും വീട്ടിലേക്ക് പൈസയൊക്കെ അയക്കുന്ന കൂടുതലാണ്. പക്ഷെ എനിക്ക് എൻ്റെ വൈഫുമായിട്ട് കുറെ കുടുംബ പ്രശ്നങ്ങൾ കുറച്ച് നാളായിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ എനിക്ക് നാട്ടിൽ പൈസ അയക്കാനോ മറ്റൊന്നും വല്ലാതെ മാനസിക ബുദ്ധിമുട്ട്, പണിക്ക് പോകാനുള്ള മാനസിക ബുദ്ധിമുട്ട്, ഇതൊക്കെ വല്ലാതെ ഒരു മാനസിക ഇതിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനിപ്പോൾ എന്താണ് ഡോക്ടർക്ക് ഇതിനോട് നമുക്ക് ഒരു പ്രതിവിധി എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അല്ല, താങ്കൾ പറഞ്ഞതിനകത്ത് തന്നെ വൈഫുമായി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതിനൊരു പ്രതിക്രിയ എന്നോളം എനിക്ക് പൈസ അയക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മനോഭാവമാണുള്ളത്. അതിന്റെ കൂട്ടത്തിൽ അവരെ പോലും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. വല്ലാതെ മാനസിക അത് കാരണമുള്ള ഒരു ടെൻഷനുണ്ട്. പൈസ അയക്കാൻ തോന്നുന്നില്ല, ഈ കുടുംബത്തെ നോക്കാൻ എനിക്ക് തോന്നുന്നില്ല, ഞാൻ താല്പര്യമില്ലെന്ന് അല്ലല്ലോ, തോന്നുന്നില്ല എന്നാണ്. തോന്നുന്നില്ല. പിന്നെ ഉറക്കം അങ്ങനെയൊക്കെ എങ്ങനെയാണ്? ഉറക്കം, വിശപ്പ്, ഇതൊക്കെ എങ്ങനെയാണ്? ഉറക്കമൊക്കെ കുറവാണെങ്കിലും ഉറങ്ങുന്നതിന് വേണ്ടി ചില സമയങ്ങളിൽ ഈ ജലദോഷത്തിന്റെ ടാബ്ലറ്റ് കഴിക്കും. അല്ല, സ്ലീപ്പിംഗ് പിൽസ് ഇവിടെ അലോഡല്ല. ഓക്കെ. മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു വിഷാദം അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 10-15 കൊല്ലം. അന്ന് മുതൽ ലവ് മാരേജ് ആണ്. അന്ന് മുതൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാത്തിന്റെയും പൂർവ്വ അവസ്ഥയിലാണെന്ന് തോന്നുന്നു. ഡോക്ടറിന്റെ ഈ പരിപാടി ഞാൻ കണ്ടുകൊണ്ട് ഞാൻ അത് പറയാമെന്ന് കരുതി അതിന് പേര് പറയാതെ ഞാൻ വിളിക്കുന്നത്. അപ്പോ മാനസികമായിട്ട് വല്ലാത്തത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ വല്ലാതെ വല്ലാതെ ഒരു ക്രിമിനൽ മൈൻഡ് ആണോ എന്ന് ചോദിച്ചാൽ എസ് എന്ന് തന്നെ പറയണം. എന്തായിരുന്നാലും ഇത് നമ്മളെ ഒരു പ്രശ്നമുണ്ട്, കുടുംബമായിട്ടൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിന് എതിരായിട്ട് അതിനൊരു പ്രതിക്രിയ എന്നോണം മനസ്സിൽ തോന്നുന്ന ഒരു വികാരം മാത്രമേ ഉള്ളൂ താങ്കൾക്ക്. ഇത് നമുക്ക് വിഷാദം എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു വിഷാദ രോഗമല്ല.
എനിക്ക് തോന്നുന്നു ഒരു കൗൺസിലിങ്ങും ഈ ഫാമിലി, അതായത് താങ്കളുടെ കുടുംബം ഒരു മാനസിക ചികിത്സകനെ കണ്ടിട്ട് നിങ്ങളുടെ കുടുംബം നമ്മൾ നേരത്തെ പല പ്രാവശ്യം പല ഡോക്ടർമാരെ, ഞാൻ ട്രിവാൻഡ്രത്ത് പല ഡോക്ടർ പല മാനസിക സൈക്കോളജിസ്റ്റിനെ കണ്ട് ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ ഡോക്ടറെ സമീപിച്ചിട്ടുള്ളതാണ്. എന്നിട്ടൊന്നും ഒരു പരിഹാര മാർഗം ഇതുവരെയായിട്ടും കണ്ടില്ല. ഇപ്പൊ ഞാൻ ഡൈവേഴ്സിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 2 പെൺകുട്ടികളാണ്. അതുകൊണ്ടാണ് തൽക്കാലം ഞാൻ അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഫോർട്ട് ചെയ്ത ഒരു അവസ്ഥയിൽ പോകുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ശരിക്കും ഒരു മാരിറ്റൽ ഡിസ്കോർഡ്, ഒരു വിവാഹ പരമായിട്ടുള്ള ഒരു സംഘർഷമാണുള്ളത്. അതിന് ചിലപ്പോൾ കൗൺസിലിംഗ് എപ്പോഴും വിജയിക്കണമെന്നില്ല. പിന്നെ താങ്കൾ ഗൾഫിലാണ്, ഒരു സ്ഥിരമായി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, താങ്കളുടെ ശ്രമം തുടരുക. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അത് താങ്കളുടെ കുട്ടിയെയും കുടുംബത്തെയും മൊത്തത്തിലുള്ള സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും ഒക്കെ നന്നായി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഡിപ്രഷൻ അല്ല താങ്കൾക്കുള്ളത്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ ആലപ്പുഴ. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറേ, എനിക്ക് ഭയങ്കര മാനസികമായിട്ട് എപ്പോഴും പേടി പോലും. എന്തെങ്കിലും ഈ മുൻകൂട്ടി വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് അത് ഇടിക്കുവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വല്ലായ്മ പോലെ ഒരു ഉറക്കയില്ല. ഇത് എത്ര നാളായിട്ടാണ്? ഇത് കുറച്ച് നാളായി. ഒരു 3 മണി ഉണർന്നു കഴിഞ്ഞിട്ട് ഉറക്കം. അതിന് എത്ര നാളായിട്ടാണ്? മാസങ്ങളായോ? 1 വർഷമായി. 1 വർഷമായിട്ട്. 3 മണിക്ക് അപ്പോൾ എത്ര വയസ്സായി കാണും താങ്കൾക്ക്? എനിക്കിപ്പോ 42 വയസ്സ്. ഓക്കെ. അപ്പോൾ 3 മണിക്ക് ഉറക്കമുണരുന്നു, എല്ലാത്തിനും പേടിയാണ്. എന്തൊക്കെ പേടികളാണ്? ഒന്ന്, വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഇടിക്കും എന്നുള്ള പേടി. നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എപ്പോഴും ദുർചിന്തകളാണ് മനസ്സിലാവും. ദുർചിന്തകൾ മാത്രം. പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ വണ്ടി പോകുമ്പോൾ അവര് പേടി, തിരിച്ചു വരുന്നവര് ടെൻഷനുണ്ട്. ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് ഫാം നടത്തി. അതിലുള്ള താല്പര്യമൊക്കെ എങ്ങനെ നടത്താനും ചെയ്യാനൊക്കെ താല്പര്യമാണ്. കുഴപ്പമില്ല, അതെല്ലാം ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വണ്ടി ഇപ്പൊ ഞാനിപ്പോ ആരെങ്കിലും കൂട്ടുകാരുമായിട്ട് വണ്ടി പോകുമ്പോൾ അവർ ഓടിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ തന്നെ പോകും. വേറെ എന്തൊക്കെ കാര്യങ്ങളിൽ പേടിയുണ്ട്? വേറെ അസുഖങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഉയരത്തിലോട്ട് പോകുന്നതിനെ പറ്റിയോ, പൊക്കത്തില് ഒരു ഉയർന്ന സ്ഥലത്ത് പോകുന്നതിനെ പറ്റിയോ, അടച്ച സ്ഥലത്തിരിക്കാനോ? അടച്ച സ്ഥലത്തിരിക്കാനോ? ഒരു കഥയൊക്കെ അടച്ച ഇരുണ്ട സ്ഥലത്തിരിക്കാൻ? 2 നില കെട്ടിടത്തിലേക്ക് മുകളിൽ കയറി പേടിയാണ്. പിന്നെ മുറി എനിക്ക് അടച്ചാൽ പേടിയാണ്. ഇതിൽ നിന്നല്ല എനിക്ക് മനസ്സിലാവുന്നത്, ഇത് വിഷാദരോഗമല്ല. ഞങ്ങൾക്കൊരു ആൻസൈറ്റി ഡിസോർഡറിൻ്റെ സിംറ്റംസ് ഉണ്ട്. അതിൽ കുറച്ച് ഫോബിയ എന്ന് നമ്മൾ പറയുന്ന ഒരു ആൻസൈറ്റി ഡിസോർഡറിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. താങ്കൾ അടുത്ത് തന്നെയുള്ള ഒരു മനോചികിത്സകനെ കണ്ടാൽ ഒരുപാട് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ വിഷയത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ പറഞ്ഞു നിർത്തിയത്, പ്രധാനമായിട്ടുള്ള കാരണം ജനിതകമായ ഘടകങ്ങൾ. ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ വിഷാദരോഗം ഉണ്ടെങ്കിൽ കുട്ടികളിൽ വരാനുള്ള സാധ്യത ഉണ്ട്. ഒരുപാടൊന്നുമില്ല, എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സ്, നമ്മുടെ കൊച്ചിലെയുള്ള, അതായത് കുട്ടിക്കാലത്ത് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ ചിലപ്പം ഭാവിയിൽ അല്ലെങ്കിൽ വളർന്നു വരുമ്പോഴത്തേക്ക് വിഷാദരോഗത്തിന് കാരണമാകാം. ഇതൊന്നും ഇല്ലാതെ തന്നെ, ഈ ജനിതക ഘടകങ്ങളില്ലാതെയോ അല്ലാതെ കുട്ടിക്കാലത്ത് നല്ല ജീവിതമാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ചിലർക്ക് വിഷാദരോഗം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഞങ്ങൾ പ്രധാനമായിട്ട് തലച്ചോറിൻ്റെ ഒരു ചെറിയ മാറ്റങ്ങളുണ്ട്. ഈ വിഷാദരോഗത്തിന് കാരണമായിട്ട് ചില മാറ്റങ്ങളുണ്ട്. ചില ഏരിയാസിൽ ബ്രെയിനിൻ്റെ ബ്ലഡ് സപ്ലൈ കുറവാണ്. അവിടെയുള്ള ചില ഈ രാസപദാർത്ഥങ്ങളുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില വൈകല്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു വൈകല്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ചികിത്സ ആണ് നമ്മൾ യൂഷ്വലി ഒരു മനോചികിത്സകൻ കൊടുക്കുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടിക്കാലത്തുള്ള പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചിന്താധാര തന്നെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ലൈഫിലുണ്ടാകാം. ഇതിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും എല്ലാം ഈ വിഷാദരോഗത്തിന് സഹായകമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കാരണം ജനിതകവും പിന്നെ മറ്റെല്ലാ അസുഖവും വരുന്നത് പോലെ അല്ലാതെ തന്നെ വേണമെങ്കിൽ ഉണ്ടാകാം. കുട്ടിക്കാലത്ത് ഹാർഡ്ഷിപ്പ്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ ധന്യയാണ്, ബാംഗ്ലൂരിൽ നിന്ന്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ.
എനിക്ക് ഡോക്ടർ, എനിക്ക് കുറെ നാളായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് വലിയ ഏതെങ്കിലും ഒരു ഡിസീസ് വരുന്നതായിട്ട് എനിക്കിങ്ങനെ മനസ്സിന് ഭയങ്കര വിഷമമാണ്. എപ്പോഴും എനിക്ക് ആ ഒരു തോട്ട് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു അസുഖം വരുന്നതും അതിനെ ചികിത്സിക്കുന്നതും അതിന്റെ അവസാനവും സംബന്ധമില്ലാത്ത ഓരോരോ രോഗങ്ങളെ പറ്റിയാണ് എനിക്ക് ആ കൂടുതൽ പേടിയുള്ളത്. ചിന്തിക്കുന്നത്. അതും മാരക രോഗങ്ങളെ പറ്റിയാണ്. അതെ, എനിക്ക് വരാൻ ചാൻസസ് ഇല്ലാത്ത രോഗങ്ങളെ പറ്റിയാണ് എനിക്ക് ഭയങ്കര പേടി. അപ്പോൾ ഇത് ഒരു ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ഒരു ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇതും ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. താങ്കൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന ഇൽനെസ് ആൻഡ് സെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖമുണ്ടെന്ന് നമ്മൾ പകുതി വിശ്വസിക്കുന്നു, എന്നിട്ട് ആ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിക്കുന്നു. അതൊരുപാട് ടെൻഷൻ മനസ്സിലുണ്ടാക്കുന്നു. ഇതാണ് അതുപോലെ തന്നെ ഈ ഗൂഗിളിലെ സിംറ്റംസ് ഒക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യും. അതായത് താങ്കളുടെ വിശ്വാസത്തിന് അടിസ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിംറ്റംസ്, ഈ സിംറ്റം എനിക്കുണ്ടോ, ആ സിംറ്റം എനിക്കുണ്ടോ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഓരോന്നും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിനു വേണ്ടി ഞാൻ പറയുന്നത് താങ്കൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട, അടുത്തുള്ളൊരു മനോചികിത്സകനെ കാണുക. ഡോക്ടർ താങ്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. വിഷാദ രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ എറണാകുളത്ത് നിന്ന് മനുവാണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ മനു. ഹലോ ഹലോ ഡോക്ടർ. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ സാറേ, ഞാൻ ഒരു ദിവസം പണിക്ക് പോയി വന്നിട്ട് എനിക്ക് തലക്കൊരു ബുദ്ധിമുട്ട് വരെ തോന്നി. അങ്ങനെ ഞാൻ പിന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് BP ഇത്തിരി കൂടുതലാണെന്ന് പറഞ്ഞിട്ട് BP ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ BP ഇത്തിരി കൂടുതലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൈക്ക് വേദനയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം വരെ എനിക്ക് BP മരുന്ന് കഴിച്ചേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ യൂറിക് ആസിഡ് ഉണ്ടെന്ന് അറിയണത്. അങ്ങനെ യൂറിക് ആസിഡിന് മരുന്ന് വെച്ചു. പക്ഷെ എനിക്ക് ഇപ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനോടും ഒരു ഭയം മാതിരിയാണ്. പിന്നെ ഒറ്റക്ക് എവിടെയെങ്കിലും പോകാനാ, ആൾക്കൂട്ടത്തിൽ പോകാനാ, ഈ എപ്പോഴും ഇതിൽ ഇടത്തെ വശത്തോട്ട് നെഞ്ചത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു വേദനയൊക്കെ വരും. പക്ഷെ അത് പെടലിയുടെ തേയ്മാനത്തിന്റെ ആണെന്നാണ് പറയണത്. പക്ഷെ ഇപ്പൊ ആകെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച അവസ്ഥയിലാണ്. സാറിനോട് എന്താണ് അതിന്റെ പേടി അങ്ങനെ വരാനും? എനിക്ക് പിന്നെ യൂറിക് ആസിഡിന്റെ വേദന ഉണ്ട് ഓൾറെഡി. എന്നാലും എല്ലാത്തിനോടും ഒരു പേടിയും വിഷമവും കാര്യങ്ങളും ഒക്കെയാണ്. ഉറക്കത്തിന് ചില സമയത്ത് ഉറപ്പില്ല. നെക്സ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഗുളിക കഴിക്കാണ്ട് ടെൻഷൻ ഇല്ലാതിരിക്കാനായിട്ട്. ഈ പേടിയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? പേടി എന്ന് പറയാനായിട്ട് എനിക്ക് തുടങ്ങിയിട്ട് എനിക്ക് ഈ അസുഖം വന്നപ്പോൾ തുടങ്ങിയിട്ട് തുടങ്ങി എന്താണെന്ന് അറിയാൻ പാടില്ലാണ്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പൊ അന്ന് തുടങ്ങിയുള്ള പേടിയാണ് എനിക്ക് ഉള്ളത്. 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. എന്തിനൊക്കെ പേടി? ഒന്ന് പിന്നെ തിരക്കില്, അല്ല ആൾക്കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ തലക്ക് ചിലപ്പോ ചില ഒരു ബാലൻസിന്റെ ബുദ്ധിമുട്ട് വരെ തോന്നും. അപ്പൊ എനിക്ക് വീണ് പോകുമോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ സന്ദർഭങ്ങളാണ്? എന്താ സാറേ, വേറെ എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ പേടി തോന്നുന്നത്? നടന്നു പോകുമ്പോ ഇരിക്കുമ്പോ കുഴപ്പമില്ല. നടന്നു പോകുമ്പോ തലക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ട് വരെ തോന്നും. അപ്പൊ പേടിയാവും. പിന്നെ അങ്ങനെ വരുമ്പോ വീട്ടിലേക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും. ബസ്സിൽ യാത്ര ചെയ്യാനോ ലിഫ്റ്റിൽ കയറാനോ? ഇല്ല, അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഈ BP കൂടിയതും ഗൗട്ട്, യൂറിക് ആസിഡ് കൂടിയതും നമ്മുടെ ഈ അസുഖവുമായിട്ട് അത്ര ബന്ധം ഒന്നും തോന്നുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു വളരെ ആരോഗ്യവാനായി നടന്ന ഒരാൾക്ക് പെട്ടെന്നൊരു BP കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടിയെന്ന് അറിയുകയും ചെയ്തപ്പോഴത്തേക്ക് അതൊരു കാരണമായി ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഉള്ള ഒരു പേടിക്ക് ഒരു കാരണമായി ഭവിച്ചിരിക്കാം. ഇവിടെ താങ്കൾക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ചില സന്ദർഭങ്ങളോട്, പ്രത്യേകിച്ചും തിരക്ക്, അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ ഉണ്ടാകാറുണ്ടോ? ഈ ഒരു തിരക്കിലെത്തുമ്പോൾ എങ്ങനെ രക്ഷപ്പെടും അവിടെ നിന്നൊരു തോന്നലുണ്ടാകുമോ? രക്ഷപ്പെടുന്നില്ല. എനിക്ക് പിന്നെ തിരക്കിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഒരു ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഒരു ഭയം ഉണ്ടാകുന്നതാണ്. അതെ അതെ. അതും ഒരു ആൻസൈറ്റി ഡിസോർഡറിന്റെ ലക്ഷണമാണ്. അത് ഡിപ്രഷൻ എന്ന് പറഞ്ഞുകൂടാ, ഒരു ഫോബിയയുടെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. ഇതും കുറേയൊക്കെ ചികിത്സിക്കാം. നെക്സിറ്റോ പ്ലസ് ആണ് നമ്മൾ സാധാരണഗതിയിൽ താങ്കൾ പറയുന്ന അതിൻ്റെ ശരിക്കുള്ള ജനറിക് നെയിം വേറെയാണ്. അതാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അത് ഡോക്ടർ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫലമുണ്ടല്ലോ ഗുളിക കഴിച്ച്.
കഴിച്ചതിന് ശേഷം ഉണ്ട് കഴിച്ചു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് ഇവർക്ക് ഇങ്ങനെ കുറെ കാലം കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്ട് എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. വളരെ റിലേറ്റീവ്ലി സേഫായിട്ട് വളരെ സുരക്ഷിതമായ ഒരു മെഡിസിനാണ് അത്. കുഴപ്പമില്ല. എത്ര ആൾ കഴിക്കണ്ട സാറേ? ഇങ്ങനെ തൽക്കാലം ഇപ്പോൾ എത്ര നാളായി കാണും? 1 വർഷം കഴിഞ്ഞോ? ഇല്ല, ഞാനിപ്പോ ഒരു 6 മാസമായിട്ട് കഴിക്കണുള്ളത്. ഒരു 6 മാസം കൂടെ കഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കത് നിർത്തി നോക്കാം. ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ വിഷാദ രോഗം ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ? അതായത് വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അതിൽ ഉദാഹരണത്തിന് പിന്നെ തളർച്ച, ഭയങ്കരമായ ശാരീരിക തളർച്ച. ഈ ഡിപ്രഷൻ, വിഷാദ രോഗം ഉണ്ടാകുന്ന ആളിനുണ്ട്. എണീക്കാൻ പോലും പറ്റില്ല, മിക്കവാറും കിടപ്പായിരിക്കും, ജോലിയൊന്നും എടുത്തൊന്ന് ചെയ്യാനുള്ള ഒരു കെൽപ്പില്ലായ്മ അനുഭവപ്പെടും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഉറക്കക്കുറവ്, ശരീരത്തിൽ വിശപ്പില്ലായ്മ, ഇങ്ങനെയുള്ള കുറേ ശാരീരിക ലക്ഷണങ്ങൾ ഡിപ്രഷൻ്റെ കൂടെയുണ്ട്. പിന്നെ ലൈംഗികമായ ശേഷിക്കുറവ്, പിന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഡിപ്രഷൻ്റെ തന്നെ, വിഷാദത്തിൻ്റെ തന്നെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ വിഷമം നമ്മൾ തുറന്ന് പറയാറില്ല. എന്താണ് നമ്മുടെ വിഷമമെന്ന് തുറന്നു പറയാത്തൊരു സംസ്കാരമാണ് നമുക്കുള്ളത്. നാച്ചുറലി ഒരാൾക്ക് വിഷമം വരുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നീ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാനുള്ള, അത് വെർബലൈസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് കുറവാണ്. അത് കാരണം ഈ വിഷമം വരുമ്പോൾ നമ്മുടെ OPയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ശാരീരിക ലക്ഷണങ്ങളായിട്ടാണ് ഈ വിഷാദം പ്രസൻറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് വേദനയെന്നോ അല്ലെങ്കിൽ മറ്റ് പല സിംറ്റംസായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഞങ്ങൾ ഇങ്ങനെ കുറേ കേട്ടതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് മനസ്സിൽ വിഷമമുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്കായിരിക്കും ഈ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് രോഗി പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതായത് ഈ ശാരീരിക ലക്ഷണങ്ങൾ ഡിപ്രഷൻ്റെ ഒരു ഡിസ്ഗൈസ്ഡ്, അതായത് ഒരു വേറിട്ട ഒരു പ്രസൻറ്റേഷനായിട്ട് കാണാറുണ്ട്. ഇനി ഡിപ്രഷൻ ഇല്ലാതെ തന്നെ ശാരീരിക ലക്ഷണങ്ങൾ, അതിന് വേറെ മെഡിക്കൽ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ വിഷാദമൊന്നും വേണമെന്നില്ല. ഒരു പ്രത്യേക കണ്ടീഷനുണ്ട്. അതിൽ ഒരുപാട് ശാരീരിക ലക്ഷണങ്ങളായിട്ട് ഡോക്ടറെ അടുത്ത് പോകും, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൽ നിന്ന് വേറൊരു ഡോക്ടറിലോട്ട് പോകും. അത് വേറൊരു അസുഖമാണ്. അത് ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതും വൈദ്യശാസ്ത്രം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വേറൊരു അസുഖമാണ്. അതിൽ ഡിപ്രഷൻ വേണമെന്ന് ഇല്ല. ഡിപ്രഷൻ അതിൻ്റെ കൂട്ടത്തിൽ കാണാം. അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഒരു സിറ്റുവേഷനാണ്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഇത് വടകരയിൽ ശൈലജ. ഡോക്ടറിന് ചോദിച്ചോളൂ. പറഞ്ഞോളൂ ശൈലജ. അതോ വിഷാദ രോഗത്തെ പറ്റി സംസാരിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ. അതോ ഞാൻ വടകരയിൽ നിന്ന് വിളിക്കുന്നത്. എന്റെ മകൾക്ക് വേണ്ടിയത്. പറഞ്ഞോളൂ. അവർക്ക് +2 പഠിക്കുന്ന സമയത്ത് കൂടുതലായി പഠിച്ച് അങ്ങനെയെല്ലാം വന്ന് കുറെ ടെൻഷനായി ഹോസ്പിറ്റലിലും കിടന്ന് കുറെ മരുന്ന് എടുത്തിരുന്നു. പിന്നെ അവസാനം ഒലിയാൻസ് പ്ലസ് 4 ഗുളിക കുടിച്ച് നിർത്തിയിരുന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞ ശേഷം വീണ്ടും പിന്നെ ആത്മഹത്യ ശ്രമമോ ആത്മഹത്യ ശ്രമമോ പിന്നെ വെള്ളത്തിന് ഒരു പേടി, കുറെ ഡോക്ടറെ കാണിച്ചിപ്പോ മരുന്ന് കുടിക്കുന്നുണ്ട്, ഞരമ്പ് മുറിച്ചിരുന്നു. അപ്പൊ അങ്ങനെ കുറെ മരുന്ന് കുടിച്ചു. ഇപ്പോ പിന്നെ ഗ്ലൂട്ടാൻ എന്ന് പറയുന്ന ഗുളിക ഒന്ന് കുടിക്കുന്നുണ്ട്, 200 mg. രാത്രി ഗ്ലൂട്ടാൻ 400 mg കുടിക്കുന്നുണ്ട്. ഫെനോക്സിൻ 600-200 ആക്കിയിട്ട് കുടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല് പിന്നെ അവളെ കല്യാണം കഴിഞ്ഞിരുന്നു. അപ്പൊ ആ ഗുളിക കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്ന എന്തെങ്കിലും ആ ഗർഭം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും? കല്യാണം കഴിഞ്ഞു. അല്ല, ഇത് ഞാൻ എൻ്റെ ലക്ഷണത്തിൻ്റെ ഒരു ഉപരി സ്വഭാവം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് കാണുന്നത്. ഡിപ്രഷനും ഒരു സ്പീഡും കൂടെ മാറി മാറി വരുന്ന ഒരു അസുഖമാണ് ബൈപ്പോളാർ ഡിസോർഡർ. അതിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് കാണുന്നത്. അതിന് കൊടുക്കുന്ന മരുന്നുകളാണ് കിട്ടുന്നത്. അപ്പം സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു സത്യം, ഒരു തത്വം എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം ഒരു ഗുളികകളും കൊടുക്കാൻ പാടില്ലെന്നാണ്. ചില ഒരു വൈറ്റമിൻ അല്ലാതെ മറ്റു ഗുളികൾ ഒന്നും പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് അങ്ങനെ പറ്റൂല. അപ്പോൾ നമ്മൾ ഈ ഗുളികകളെ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഗുളികകളാണ് ഒട്ടും കൊടുക്കാൻ പറ്റാത്തത്, എന്നൊരു റിസ്ക് ബെനിഫിറ്റ് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കൊടുക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്, ഒട്ടും കൊടുക്കാൻ പറ്റാത്ത ഏതൊക്കെയാണ്, സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചില മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞ ഈ ഗുളികകളിൽ അത്ര ഒരു പ്രശ്നം കാണുന്നില്ല. വേണമെങ്കിൽ അതായത് ഇതിനകത്തൊരു റിസ്ക് എടുക്കണം. ഒന്നുകിൽ ആദ്യത്തെ 3 മാസം പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം ഗുളികളെല്ലാം നിർത്തി ഒരു നിരീക്ഷണത്തിൽ കൊണ്ടുപോയതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ 3 മാസം കഴിയുമ്പോൾ ഗുളികൾ തുടങ്ങണം. ഇനി അസുഖത്തിൻ്റെ അസുഖം ഗുരുതരമാണ്, ഉദാഹരണത്തിന് സൂയിസൈഡൽ ടെൻഡൻസിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മരുന്ന് ഈ സമയത്തും കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇത് താങ്കളെ ചികിത്സിക്കുന്ന ഡോക്ടറും ഈ രോഗിയും കൂടെ എടുക്കേണ്ട ഒരു ചേർന്നെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നല്ലൊരു സമാധാനത്തോടു കൂടിയുള്ളൊരു ജീവിതത്തിന് വിഷാദം വരാതിരിക്കാനായിട്ട് മനസ്സിനെ എങ്ങനെയൊക്കെ ഒരുക്കാം? അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ നമ്മളൊരു യുട്ടോപ്യൻ ചോദ്യമാണ്. നമുക്കൊരിക്കലും അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരുപാട് വിഷമങ്ങളും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. എന്തായാലും വിഷമങ്ങളുണ്ടാകും. പക്ഷേ എന്നാൽ പോലും ഒരു ഹെൽത്തി വേ ഓഫ് ലിവിങ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ എക്സസൈസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കുന്നതാണെങ്കിലും പിന്നെ മറ്റു ചിലപ്പോൾ ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുട്ടിക്കാലം മുതൽ തന്നെ ഓരോ കാര്യങ്ങളെ എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാം, സംഘർഷങ്ങളെ എങ്ങനെ നേരിടാം, ജീവിതത്തിലെ വ്യായാമവും വിശ്രമവും വർക്കും എല്ലാം എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാം, പിന്നെ മറ്റുള്ളവരുടെ പ്രേരണകളെ എങ്ങനെ നേരിടാം, ഇങ്ങനെയുള്ള സമയക്കുറവ് ഉള്ളതുകൊണ്ട് എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വിഷാദ രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ വിധുകുമാറാണ് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി, നമസ്കാരം.